السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ മഹത്തായ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നെയും അതുപോലെ നിങ്ങളെല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. വർഷങ്ങളായി റിയാദിലുണ്ട്. അതിനേക്കാൾ മുമ്പ് പള്ളി ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ വെളിയങ്കോട് ഉമർ മൗലവിയുടെ സൽസബീലിന്റെ ഒരു ചെറിയ കഷ്ണം കിട്ടുകയും ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് വായിക്കുകയും ആ വായനയിലൂടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ചില ചോദ്യങ്ങൾ കടന്നു വരികയും ചെയ്തു. പിന്നെ കഴിയുന്നതും അന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീടുകളിൽ ചെന്ന് മൗലിദുകളിലും മറ്റു പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമ്പോഴും സ്വാഭാവികമായും ഇത് നമുക്ക് അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടില് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസംഗം നടക്കുകയും ആ പ്രസംഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ സുന്നിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഏതായാലും പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അങ്ങനെ ജാഗ്രതയോടുകൂടി അതോടൊപ്പം അതിലേറെ ആവേശത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ ആ പിളർപ്പുണ്ടാകുന്നതും പിന്നീട് നിഷ്പക്ഷമായി നിൽക്കുക എന്ന ഒരു തീരുമാനമാണ് അന്നുണ്ടായത്. കാരണം ഇത് പഠിക്കുക എന്ന ഏതൊരു വിഷയത്തെയും വ്യക്തമായി പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്ന ഒരു നിലപാടായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ എത്തിയപ്പോ സ്വാഭാവികമായും ഒരു പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും എന്നും മാതൃപ്രസ്ഥാനത്തോട് മാതൃസംഘടനയോട് യോജിച്ചും അതിലേക്ക് സഹകരിച്ചും പ്രവർത്തിച്ചും പോകണമെന്ന ആഗ്രഹം എന്നോ മനസ്സിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, മാതൃസംഘടനയുടെ ഈ സദസ്സിലേക്ക് നിങ്ങളോടൊപ്പം നിങ്ങളെ പോലെയുള്ള ഒരുവനായി പ്രവർത്തിക്കാൻ, കടന്നു വരാൻ, സഹകരിക്കാൻ എനിക്ക് അൽഹംദുലില്ലാഹ് റബ്ബ് തൗഫീഖ് നൽകി. ഞാൻ എൻ്റെ നാഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം. നമുക്കറിയാം, മുസ്ലിം സമുദായം ഇന്ന് ഏതേത് മാർഗങ്ങളിലൊക്കെയാണ് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വെല്ലുവിളി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മഹാന്മാരായ സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ അങ്ങനെ പരമ്പരാഗതമായി നമുക്ക് നമ്മുടെ സലഫി
പണ്ഡിതന്മാരിലൂടെ സലഫ് സാലിഹ്യങ്ങളിലൂടെ സലഫിയത്ത് എന്ന ഒരു ആശയം നമ്മളിലേക്ക് എത്തിയപ്പോ പിന്നീട് അതിങ്ങനെ നടന്ന് ഹദീസ് നിഷേധത്തിന്റെ അവസ്ഥകളിലേക്ക് വരെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ വേദന കൊണ്ട് മനസ്സിനകത്ത് വേദനകൾ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആരോട് പറയണം, എങ്ങനെ പറയണം, ആരോട് ചോദിക്കണം എന്ന ഒരു വ്യഗ്രതയിലായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇനി അങ്ങോട്ട് ഈ സംഘടനയോടൊപ്പം ഒന്നിച്ച് നമ്മൾ ഒന്നായി മുന്നേറാൻ ഇവിടെയും നാട്ടിലും ഇനി മരണം വരെ അങ്ങനെ നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അതിന് സഹായിക്കട്ടെ. ഞാൻ മുജീബ്, അറിയണ്ടാവും, പേര് നോട്ടീസ് കണ്ടിട്ടുണ്ടാവും. കൊടുവള്ളിയിലാണ്, നെല്ലാങ്കണ്ടിയാണ്, മുജീബ് നെല്ലാങ്കണ്ടി. അപ്പൊ ഏതായിരുന്നാലും ഒരു പഴയകാല ചരിത്രത്തിലെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലേ? ആളുകളൊക്കെ ഒരു കുന്നിൻ ചെരുവിലേക്ക് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ആളുകളൊക്കെ വളരെ ജിജ്ഞാസയോട് കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തോ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. മഹാനായ കേവലം 33 വയസ്സ് പ്രായമുള്ള സുന്ദരനും അരോഗ ദൃഢഗാത്രനുമായ നല്ല ആരോഗ്യവാനായ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ ഇരു കൈകളും ഇങ്ങനെ വിടർത്തി നിർത്തിക്കൊണ്ട് കൈകളിൽ ആണിയടിച്ച് തന്റെ ശരീരത്തിൽ മുഴുവനും ആണികൾ അടിച്ച് കയറ്റിക്കൊണ്ട് വേദന സഹിക്കവയ്യാതെ തന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ട് കുരിശിൽ നിൽക്കുകയാണ് ഒരാൾ. അദ്ദേഹത്തെ ചന്തയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കൾ, ആളുകൾ, പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയ ആളുകൾ അവിടെ നിന്ന് പറയുന്നത്, യാ ഹുബൈബ്, നീ ഈ വേദനയൊന്നും സഹിക്കേണ്ടതില്ല, നീ ഇങ്ങനെയൊന്നും പ്രയാസപ്പെടേണ്ടതില്ല, നീ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് ഈ ലഭിക്കുന്ന ഈ ശിക്ഷകൾ മുഴുവനും ഇതെനിക്ക് അല്ലായിരുന്നു ലഭിക്കേണ്ടത്, മക്കത്തുള്ള മുഹമ്മദിനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനായിരുന്നു ലഭിക്കേണ്ടത് എന്ന് നീ പറഞ്ഞാൽ ഹുബൈബ്, പിന്നെ നീ വിഷമിക്കേണ്ടതില്ല, പിന്നെ നീ പ്രയാസപ്പെടേണ്ടതില്ല, നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചേക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്തായിരിക്കും ഹുബൈബിന്റെ മറുപടി? പ്രിയമുള്ളവരെ, രക്തം വാർന്നൊലിച്ചുകൊണ്ട് അടിച്ചു കയറ്റിയ ആണിദ്വാരങ്ങളിലൂടെ രക്തം വാർന്നൊലിച്ച് വേദന സഹിക്കവയ്യാതെ ആ കുരിശിൽ കിടക്കുന്ന മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് 6 വരി കവിതകൾ പാടി. ഫലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമാ, ഫലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമാ, ഞാനൊരു മുസ്ലിമായിട്ടാണ് മരിച്ചു വീഴുന്നത് എങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം, ഞാൻ എന്തിന് നിരാശപ്പെടണം, ഞാൻ എന്തിന് പ്രയാസപ്പെടണം? ഞാൻ ഏത് ഭാഗത്തേക്ക് വീണോട്ടെ, ഞാൻ എൻ്റെ അള്ളാന്റെ അടുത്തേക്കല്ലേ പോകുന്നത്, ഞാൻ എൻ്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. എനിക്ക് അവിടെ സ്വർഗം ലഭിക്കാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? പ്രിയമുള്ളവരെ, ഞാൻ ഈ സംഗതി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നിസ്സാര വിഷയങ്ങളും നിസ്സാര പ്രയാസങ്ങളും വരുമ്പോഴേക്കും തൻ്റെ റബ്ബിനെയും തൻ്റെ മതത്തെയും തള്ളിപ്പറയുന്ന ചെറുപ്പക്കാരുടെയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈ കാലഘട്ടത്തിൽ നാം പരിശോധിക്കേണ്ടത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. നമ്മുടെ വീടുകളിലൊക്കെ
നമ്മൾ കരുതി വെച്ച ഇരുമ്പില്ലേ, ആ ഇരുമ്പിൽ തുരുമ്പ് കയറുന്നത് എങ്ങനെയാ? നമ്മൾ വെച്ച നമ്മുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണ്, പെട്ടിയിൽ അടക്കി വെച്ച വസ്ത്രങ്ങൾ എങ്ങനെയാണ് നുരുമ്പി പോകുന്നത്? നുരുമ്പാറില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനും ഇങ്ങനെ നുരുമ്പി തുരുമ്പടിച്ച് തീരുകയാണ്. സ്വാഭാവികമായും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഈമാനിനെ കുറിച്ച് നമ്മൾ പരിചിന്തനം നടത്തുകയും അതുമാത്രമല്ല അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ജീവിത രീതികളിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഇന്ന് എൻ്റെ മകള് പോയിട്ട് ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. വ്ളോഗ് ചെയ്യുന്നത് പ്രശ്നമാണോ അല്ലേ എന്നതല്ല, തൻ്റെ ശരീരം എല്ലാം തലമറക്കാതെയും തൻ്റെ വംശളമായ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ടും താൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ടിക്ടോക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ പരന്ന് നടക്കുക അല്ലേ? ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാം അല്ലേ? ആ പെണ്ണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും റീല് ചെയ്യുന്ന സമയത്തും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രീതിയിലായിരുന്നോ വസ്ത്രധാരണം? അല്ല. എന്നാൽ അവളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവളുടെ വസ്ത്രം ഏതാ? അല്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് പിന്നീട് ഈ വസ്ത്രം ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വന്നു? ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത്. ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതിന്റെ പേരിൽ ഇസ്ലാമിനെ പഴിക്കുകയല്ലേ? അപ്പോ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്ന അരാജകത്വത്തിന്റെ കാരണം നമ്മുടെ ഈമാനിന്റെ കുറവാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് എന്താ? ഈമാൻ എന്നത് ചില ആദർശങ്ങളും ആശയങ്ങളും സമ്മതിക്കലാണ് എന്നാ, അല്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ ചില ആദർശങ്ങൾ, ചില ആശയങ്ങൾ, അത് സമ്മതിച്ചാൽ നമുക്ക് ഈമാനായി എന്ന ഒരു ധാരണയാണ് നമ്മളിലുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക എന്ന ഒരു സംഗതി കൂടി നടപ്പിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈമാൻ പൂർത്തിയാകുകയുള്ളൂ. എന്ന് വച്ചാൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ഈമാൻ നമ്മൾ ഏത് ദിശയിലേക്ക് കൊണ്ടുവരണം? നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാത്ത ഈമാനില്ലേ, നമ്മുടെ ജീവിതത്തെ സ്വാംശീകരിക്കുന്ന ആ സ്വാംശീകരണ ദശയിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. കാരണം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഈമാൻ നമ്മൾ സമ്മതിക്കുന്നതും അങ്ങനെയൊക്കെയാണ് എന്ന് സമ്മതിക്കുന്നതും നമ്മളിലേക്ക് അത് സ്വാംശീകരിക്കുന്നതിൻ്റെയും രണ്ടും വ്യത്യാസം ഏതാണെന്നറിയോ? പള്ളിയിലൊക്കെ പോയാല് നമസ്കാരത്തിന്റെ സമയമായാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഇതൊക്കെ ഒന്ന് തരിച്ചു വെക്കൂല്ലേ, ബിരിയാണിന്റെ മേലെ. അങ്ങനെയാണ്. എന്നാൽ ബാക്കിയുള്ള സമയത്ത് നമ്മുടെ വസ്ത്രം എവിടെയാണ്? നെരിയാണിക്ക് താഴെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയാ? 3 വിഭാഗം ആളുകളെ അല്ലാഹു മഹ്ശറയിൽ വെച്ച് പരിഗണിക്കുകയില്ല. എങ്ങനെ പരിഗണിക്കൂല? തിരിഞ്ഞു പോലും നോക്കൂല. ആരാണ്? അതിലൊരു വിഭാഗം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവരാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നെരിയാണിക്ക് താഴെ ധരിക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നത് അത് ഇസ്ലാമിന്റെ നിയമമാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ആ സമ്മതിക്കുന്നതോടൊപ്പം നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല? നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. നിസ്കരിക്കുന്ന സമയത്ത് പൊക്കി വെക്കും, കാരണം അത് അള്ളാഹ് കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം, അല്ലേ? ബാക്കിയുള്ള സമയത്ത് അള്ളാഹ് പൊട്ടനാണല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്,
നമ്മുടെ ഈമാൻ എന്നത് സമ്മത ദശയിൽ നിന്ന് അത് സ്വാംശീകരണ ദശയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈമാൻ എന്ന് വിശദീകരിക്കുന്നിടത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, മസലുൽ മുഅ്മിനു വ മസലുൽ ഈമാൻ. ഈ മുഅ്മിനും ഈമാനും തമ്മിൽ അത് ഉദാഹരണം എന്താണെന്നറിയോ? കമസലിൽ ഫർസ്, ഒരു കുതിരയെ പോലെയാണ് എന്നാ. എങ്ങനെയുള്ള കുതിരയാണ്? അത് കെട്ടിയിട്ട കുതിരയെ പോലെയാണ് എന്നാ. യജുറു ഫി ആഖിയതിഹി, അതുകൊണ്ട് ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കുതിരയെ പോലെയാണ് എന്ത്? ഒരു മുഅ്മിനിന്റെ ഈമാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞ അള്ളാഹ് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, അല്ലേ? വിശ്വസിച്ചവരെ. യാ കൂട്ടിയിട്ട് പറയുന്ന നഹ്വിന്റെ കാര്യമൊക്കെ ഉണ്ട്, കാരണം അത്രയും ദൃഢമായിട്ട് പറയുന്ന കാര്യത്തിനാണ് യാ കൂട്ടിക്കൊണ്ട് തുടങ്ങുക. ശരി, അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. അതെന്തുകൊണ്ടാണ് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞ സമ്മത ദശയും സ്വാംശീകരണ ദശയും ഇത് രണ്ടും രണ്ടാണ്. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ ഈമാനും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുറ്റിയിൽ കെട്ടിയിട്ട കുതിരയെ പോലെയാണ്. ആ കുതിരക്ക് ആ കെട്ടിയിട്ട കയറിന്റെ എത്ര ദൂരത്തിലാണോ എത്തുന്നത്, ആ ദൂരം വരെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? മേയാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത രീതികളിലും അവന്റെ സകല ജീവിത ദശയിലും എന്തു വേണം? നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു, മുഅ്മിന് ആവണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? നമ്മൾ പേര് കൊണ്ടാ? കാനേഷുമാരി കണക്കിന് മുജീബ് എന്നും മുഹമ്മദ് എന്നും ഖാദർ എന്നൊക്കെ പേരുണ്ടായത് കൊണ്ട് മുസ്ലിം ആവുമോ? ഇല്ല. പിന്നെ എവിടെയായിരിക്കണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, ഹത്താ യകൂന ഹവാഹു എന്ന് വെച്ചാല് നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവൂല എന്നാണ്. എങ്ങനെ? ഹത്താ യകൂന ഹവാഹു, അവന്റെ ഇച്ഛകളുണ്ടല്ലോ, എന്റെ ചിന്തകൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, അത് തബിഅൻ ലിമാ ജിഅ്തു ബിഹി, അല്ലാഹുവിന്റെ റസൂൽ എന്തെന്നാണോ കൊണ്ടുവന്നത് അത് പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നത് വരെ, അത് പൂർണ്ണമായി ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നത് വരെ എന്റെയും നിങ്ങളുടെയും ഈമാൻ പൂർത്തിയാവൂല, നിങ്ങളിൽ നിന്ന് ആരും മുഅ്മിനാകൂല. ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? ഓരോ സമയങ്ങളിലും നമ്മുടെ ഈമാനിനെ കുറിച്ച് നമ്മൾ പരിചിന്തനം ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ പറയും ഈ കെട്ടകാലം. സത്യം നിങ്ങൾക്ക് കേൾക്കണോ? 6-ാം നൂറ്റാണ്ടിലും ഇത് ആ സാഹചര്യത്തിനനുസരിച്ച കെട്ടകാലമായിരുന്നു. ഇന്ന് ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലിന്റെ സവിധത്തില് റസൂലുള്ളയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെ രണ്ടുപേരും ഇരുന്നിട്ട് രണ്ടുപേരും വാവിട്ട് കരയുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഏതായിരുന്നു എന്നറിയോ? റസൂലുള്ളയോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വേദനയേറിയ ഒരു കഥ പറഞ്ഞു. ജാഹിലിയത്തിൽ നടന്ന ജാഹിലിയത്തിന്റെ ഒരു കഥ, ജഹാലത്തിന്റെ ഒരു കഥ. എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ തന്റെ ഭാര്യ, തന്റെ ഇണ ആരും അറിയാതെ, ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ മറ്റൊരു സ്ഥലത്ത് അതിനെ വളർത്തി. അങ്ങനെ ഏകദേശം ഇത് കളിയും ചിരിയും കൊഞ്ചലും, അങ്ങനല്ലേ? മുത്തുമണിയായ മോള് ആര് കണ്ടാലും ആകർഷിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, സ്നേഹം വരുത്തുന്ന രീതിയിൽ
ആ പെൺകുഞ്ഞിനെ ആ ഒരവസ്ഥയിലെത്തിയപ്പോ ഈ ഉമ്മ കൊണ്ടുവന്ന് ബാപ്പക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ആ മകളെ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമർ പോയി, ഒരു മരുഭൂമിയുടെ നടുവിലേക്ക് പോയി. എന്നിട്ട് ആ മരുഭൂമിയിൽ ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ മണലിങ്ങനെ വാരി വാരി കുഴിയെടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ദേഹത്ത്, ശരീരത്തിൽ വീഴുന്ന മണൽത്തരികൾ ഓരോന്നും സ്നേഹത്തോടെ ഓരോ തരികളും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കുക, മോളിങ്ങനെ കൊടുക്കുക സന്തോഷത്തോടു കൂടി. പക്ഷേ തനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചത് അപമാനമാണെന്ന് ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിലെ ക്രൂരനായ ഉമർ, പ്രിയപ്പെട്ടവരെ, ആ പെൺകുഞ്ഞിനെ ജീവനോടെ ആ കുഴിയിലേക്ക് അങ്ങ് നിർത്തി. അപ്പോഴും ഈ കുഞ്ഞ് വിചാരിച്ചു എന്റെ വാപ്പനെ കളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ മക്കളെ നമ്മളിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിർത്തല്, അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിർത്തുകയാണെന്ന് വിചാരിച്ച് ഈ മണലിങ്ങനെ ഇട്ടിട്ടിട്ട് കഴുത്തോളം എത്തിയപ്പോഴും ഈ കുഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. ഈ പിതാവിനോട്, പ്രിയപ്പെട്ട പിതാവിനോട് വാപ്പ കളിപ്പിക്കല്ലേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ ജീവനോടെ മൂടി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ തന്റെ പ്രവാചകനോട് ഈ സംഭവം പറഞ്ഞപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് പ്രിയപ്പെട്ട റസൂലുള്ളയും അതേസമയം ഉമറും പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു. അങ്ങനത്തെ ഒരു ജഹാലത്ത് പണ്ടോ? ഇല്ല. അപ്പം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനിവാര്യമായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ ജഹാലത്തുകളും അരാജകത്വങ്ങളും നിറഞ്ഞു നിൽക്കും. നമ്മൾ കാലത്തെ പഴിക്കരുത്, കാരണം നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കുറ്റം പറയരുത്, കാരണം കാലം ഞാനാകുന്നു, അമ്മ പറഞ്ഞതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിലും എന്തുണ്ട്? ആ കാലഘട്ടത്തിനനുസരിച്ച് അരാജകത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ നാം നമ്മുടെ ഈമാനിനെ കുറിച്ച് വേവലാതിപ്പെടുകയും ചിന്തിക്കുകയും ആ ഈമാനിനെ കുറിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്യണം. ഇത് നമുക്ക് റബ്ബ് നൽകുന്ന ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ തബിഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവൂല ഞാൻ എന്തൊന്നാണോ കൊണ്ടുവന്നത് അത് പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ എന്ത് വേണോ? നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വിഷയമുണ്ട് ഇല്ലേ? അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും ഒന്ന് അല്ലേ, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണാം, റസൂലിനെ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ ആയിരക്കണക്കിന് കമന്റാ അല്ലേ? കമന്റുകൾ ഇങ്ങനെ കാണാം. ഇവരാവശ്യം എന്താണ്? ഇവരുടെ ആവശ്യവും ഇങ്ങനെ പ്രവാചകനെ കുറ്റം പറഞ്ഞ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക? പ്രകോപിപ്പിക്കുക അല്ലേ? എന്നാൽ അള്ളാന്റെ റസൂലിനെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടോ? പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ സ്ത്രീകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പള്ളിയിലേക്ക് വരുന്ന സമയത്തും ഖുർആൻ ക്ലാസ്സിൽ വരുന്ന സമയത്തും അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ അവരുടെ വസ്ത്ര രീതി ഏതാ? എന്നാൽ നേരെ മാർക്കറ്റിലേക്ക് പോകുമ്പോഴോ അവരുടെ വസ്ത്രരീതിയോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെടുകയും പൂർണ്ണമായി ഈ വസ്ത്രധാരണ രീതി ഇഷ്ടപ്പെടുകയുമായിരുന്നെങ്കിൽ ഈ ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നോ? തീർച്ചയായും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇന്ന് ബ്ലോഗ് ചെയ്യാൻ ബാപ്പയും മോള് ഇറങ്ങുക, ചെയ്തോട്ടെ, ബ്ലോഗ് ചെയ്യട്ടെ. പക്ഷേ
അത് അന്യനായ മറ്റു ആളുകളുടെ അഭിമാനത്തെ തേജോവധം ചെയ്യാതെ ഈ സമൂഹത്തിൽ നൈരന്തര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അത് സൂചിപ്പിക്കേണ്ട രീതിയിലും ചൂണ്ടിക്കാണിക്കേണ്ട രീതിയിലും ചൂണ്ടിക്കാണിക്കാതെ തനിക്ക് എന്തെങ്കിലും ഉയർച്ചകളും റീച്ചും കിട്ടണമെന്ന ചിന്തയോടുകൂടി ഏത് വഴിക്കും നീങ്ങുക എന്നാൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നമുക്ക് നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ തുറന്നു പറയാനുള്ള അവസരങ്ങളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥ കേട്ടിട്ടില്ലേ? മിമ്പറിൽ നിന്ന് ഖുതുബ പറയുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ ചോദ്യം ചെയ്തില്ലേ, ഉമർ, ഞങ്ങൾക്കൊക്കെ ഈ ഗനീമത്ത് മുതലിൽ നിന്ന് കിട്ടിയ തുണി കൊണ്ട് ഞങ്ങൾ ധരിച്ച വസ്ത്രം നോക്കൂ, ഇത്രയേ ഉള്ളൂ. താങ്കളുടെ വസ്ത്രം എന്തുകൊണ്ട് വലുതായി? കുപ്പായം ഖമീസ് എന്തുകൊണ്ട് വലുതായി? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ കാട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും, മോനെ, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്റെ മോന് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിയണം. നമുക്ക് കഴിയോ? കഴിയൂലല്ലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കാനും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുക എന്നതും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക എന്നതും അനിവാര്യമാണ്, നടത്തേണ്ട സംഗതികളാണ്. പക്ഷേ ഒരു മുസ്ലിം പുരുഷനാണെങ്കിൽ ആ മുസ്ലിം പുരുഷൻ നിൽക്കേണ്ട രീതി തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഒരു മുസ്ലിം സ്ത്രീയാണ് അതിന് ഇറങ്ങുന്നതെങ്കിൽ തന്റെ ഇസ്ലാമിക രീതിയിൽ, തന്റെ ഇസ്ലാമിക വേഷധാരണത്തോട് കൂടിയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള അതിന്റെ ശരി തെറ്റുകൾ അത് ഉലമാക്കൾക്ക് വിട്ടുകൊടുക്കാം, അവർ തീരുമാനിക്കട്ടെ. അതിന് അഭിപ്രായം പറയാൻ ഞാനാളല്ല. ഏതായിരുന്നാലും ഈ സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾക്ക് കാരണക്കാരാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വഴിമാറാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം അള്ളാന്റെ ഖുർആനിൽ കാണാം, സൂറത്തുൽ ബഖറ അല്ലെ, ഏകദേശം എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ. നമ്മൾ ഖുർആൻ ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹ് പറയുന്നുണ്ട്, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവരെ പരിപാടി എന്താണെന്നറിയോ? വമിനന്നാസ്, ജനങ്ങളുടെ ഒരു കൂട്ടത്തില് ഒരു വിഭാഗമുണ്ട്, അവരെന്താ പറയാന്നറിയോ? മയ്യക്കൂലു ആമന്നാ ബില്ലാഹ്, അള്ളാനൊക്കെ ഞങ്ങൾക്ക് എന്തുണ്ട്, വിശ്വാസമുണ്ട്. അള്ളാനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കൂല. വേറെ ആരെങ്കിലും പറഞ്ഞാല്, വേറെ ആരെങ്കിലും അള്ളാഹുവിനെ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് സഹിക്കൂല. പിന്നെ വബിൽ യൗമിൽ ആഖിറൊക്കെ, ആഖിറൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെയുള്ള സമ്മത ദശ. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലും അള്ളാഹ് പറയാണ്, ആ വിഭാഗം ഉണ്ടല്ലോ, അങ്ങനെ ഒരു കൂട്ടരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്, അവര് യഥാർത്ഥത്തിൽ എന്തല്ല, അവര് വിശ്വാസികളെ അല്ല. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ആയിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ? നിങ്ങൾ നോക്കി, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങള്. ഒന്നെന്താണെന്നറിയോ? നമ്മളൊക്കെ ധാരാളം ഖുർആൻ ക്ലാസ്സിലും ധാരാളം ഹദീസ് ക്ലാസ്സിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ഒരു കാലത്ത് മലയാളം ഭാഷ പഠിക്കുക എന്നാൽ ആര്യൻ എഴുത്താണ്, അതുകൊണ്ട് പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹത്തോട് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ പടപെട്ടുകയും അങ്ങനെ ഈ സമുദായത്തെ വിദ്യാഭ്യാസത്തിന്റെ നല്ല ഒരു ദശയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് മാറ്റി അല്ലെ, അറിവാളൻ ഇബ്നു തീമിയാമുൻ കാലം വലാലത്തിന്റെ വിത്തുപാകിയ കോലം അല്ലെ, മദ്രസയുടെ ആഖിറിലെ അവലിലെ മീമ, ജഹന്നമിന്റെ ആഖിറിലെ മീമ. അതുകൊണ്ട് നിങ്ങൾ മദ്രസയിലില്ലാത്ത അല്ലമൂന, നിങ്ങൾ മദ്രസ പോകണ്ട എന്ന് പറഞ്ഞെടുക്കുന്നു. ഉസ്താദ് ഖുർആൻ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുമ്പം അതിൽ നിന്ന് താഴെ ഉതിർന്നു വീഴുന്ന പൊടികളിൽ കാലുകൊണ്ട് ചവിട്ടേണ്ടി വരും, അത് ഖുർആനിനോടുള്ള അനാദരവാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം. ഉസ്താദ് നിൽക്കുകയും കുട്ടികൾ ഇരിക്കുകയും ചെയ്യുന്നത് അനാദരവാണ്, അദബ് കേടാണ്, അതുകൊണ്ട് മദ്രസ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം.
ഇന്ന് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസയുള്ളത് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണോ എന്ന് ചോദിച്ച് നമ്മളെ പരിഹസിച്ചു. കാരണം അന്ന് അവര് പഠിച്ചെന്ന് പറഞ്ഞാൽ ഖുർആൻ പിഞ്ഞാണത്തിലാക്കലായിരുന്നു. അപ്പൊ അത് ആ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച് ഡോക്ടർമാർ ധാരാളം വന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇല്ലേ? മുസ്ലിം ഡോക്ടർമാർ ധാരാളം ഉണ്ട്, എഞ്ചിനീയർമാരുണ്ട്, മാത്രം വ്യവസായികൾ എത്രയുണ്ട്. ഇങ്ങനെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ധാരാളം വിദ്യാസമ്പന്നരെത്തി നമുക്ക്, അല്ലെ? ഇന്ന് നമ്മളിലെ മുസ്ലിം സമുദായത്തിലെ വിദ്യാസമ്പന്നരെ കൊണ്ട് നമ്മൾ എന്തായിന്നറിയോ, അവർക്ക് വേണ്ട രീതിയിലുള്ള ജോലികൾ പോലും കൊടുക്കാൻ പറ്റാത്ത അത്രത്തോളം വിദ്യാഭ്യാസം കൊണ്ടുള്ള ആധിക്യമായി നമ്മളിൽ. എന്നാല് നമ്മൾ ഹദീസ് ക്ലാസ്സിന് നല്ല പോലെ, അല്ലെ? ചില സമയത്തൊക്കെ ചില ആളുകളൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ മദ്നിനെ കുറിച്ചും എന്നതുപോലെയുള്ള കാര്യങ്ങളെ, പിന്നെ ഹദീസിന്റെ രീതിശാസ്ത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ സഹീഹായ ഹദീസ് ഏതാണ്, വഈഫായ ഹദീസ് ഏതാണ്, ഇതിന്റെ നിയമങ്ങളെ കുറിച്ച്, ഹുക്മുകളെ കുറിച്ചൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ സമൂഹം എന്തായിന്നറിയോ, ഉയർന്നു വന്നു. അറിവ് ധാരാളം വർദ്ധിച്ചു നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ, നമ്മുടെ ആളുകൾ ചിന്തിച്ചു ഈ അറിവാണ് ഈമാൻ, ഈ അറിവാണ് ഈമാൻ എന്ന് ധരിച്ചതാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ ഒരു പരാജയം അല്ലെങ്കിൽ അപജയം. വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അറിയുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ടില്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണലുണ്ട്, അലമ്പായി നടക്കുന്ന ചെറുപ്പക്കാര്. ഇവർ കൊണ്ടുവന്നിട്ട് ക്യാമറയും വെച്ചിട്ട് ഇവരെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കും. ഇവരിങ്ങനെ പാരായണം ചെയ്യൂലേ? എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. നമുക്കൊന്നും ഇങ്ങനെ പാരായണം ചെയ്യാൻ കഴിയുന്നില്ല. അത്ര മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യും, അല്ലെ? ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എത്ര ആളുകളുണ്ട്, ഇസ്ലാമിക ചരിത്രം പഠിച്ച എത്രയെത്ര ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ധരിച്ചു ഇതൊക്കെ വളർന്നു വന്നപ്പോ നമ്മൾ അറിവിന്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ അത്യുന്നതിയിലെത്തിയപ്പോ നമ്മൾ തന്നെ ധരിച്ചു അറിവാണ് ഈമാൻ. എനിക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന ഒരു ധാരണയിലേക്ക് നമ്മുടെ മുസ്ലിം സമൂഹം എത്തി എന്നതാണ്. ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ അറിവ് വേണ്ടേ? എന്നാൽ അറിവില്ലാത്ത ഒരാൾക്കും ഈമാൻ ഉണ്ടാകൂലേ? ഉണ്ടാകൂ. എങ്ങനെ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ ഒരാളുണ്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിക്കതച്ച് വന്ന്, എന്നിട്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതാ. എന്താണ് ഇസ്ലാം എന്നൊന്ന് പറഞ്ഞതാ. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. അയാൾക്കത് ബോധ്യപ്പെട്ടു. ആ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ധീരമായ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് ആ മനുഷ്യൻ ആ കുതിരയെ തിരിച്ച സമയത്ത് ഈ ചെതൽപുറ്റിന്റെ കുഴി ഉണ്ടാകും മരുഭൂമിയിൽ. വലിയ കുഴിയായിരിക്കും, പക്ഷെ അത് കാണാൻ കഴിയൂല. ആ ഒരു അതുപോലെയുള്ള ഒരു കുഴിയിലേക്ക് ഈ കുതിരയുടെ കാല് തെന്നിപ്പോവുകയും അങ്ങനെ ആ കുഴിയിൽ കുതിരയുടെ കാല് താഴുകയും അങ്ങനെ താഴെ വീണു. ആര്? ഈ മനുഷ്യൻ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. കഴുത്ത് കുത്തിയിട്ടായിരുന്നു വീണത്. അങ്ങനെ കഴുത്തൊടിച്ച് ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ആ മനുഷ്യൻ അവിടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു കാര്യം കേൾക്കുകയും ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഷഹാദത്ത് കലിമ ചൊല്ലുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ മരണപ്പെടുകയും ചെയ്തു. ആ മനുഷ്യൻ സ്വർഗത്തിലായത് ഇൽമ് കൊണ്ടല്ല.
പിന്നെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം അത് കടന്നു വരികയും ആ മനുഷ്യൻ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തപ്പോ ആ മനുഷ്യന്റെ ഈമാൻ അവിടെ പൂർത്തിയായി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇബ്ലീസിന് ധാരാളം അറിവില്ലായിരുന്നു, എന്തുകൊണ്ട് പിഴച്ചുപോയി അല്ലേ? അപ്പൊ അങ്ങനെ ഈ അറിവ് എന്നത് ഈമാനിനെ പൂർത്തീകരണത്തിന് സംഗതി വേണ്ടത് തന്നെയാണ്. കാരണം അള്ളാഹുവിനെ അറിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പം അറിവ് വേണ്ട എന്നല്ല, പിന്നെ അറിവ് ഇങ്ങനെ ശേഖരിക്കുക, പക്ഷെ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തെയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ കുറിച്ചോ യാതൊരു രീതിയിലുള്ള ചിന്തയും നമുക്ക് പരിവർത്തനവും നമുക്ക് വരുത്തുന്നില്ലെങ്കിൽ ഈ ഇൽമു കൊണ്ട് എന്ത് കാര്യമാണ്? മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ. അല്ലേ? നമ്മൾ വെള്ളിയാഴ്ച എങ്ങനെ കേൾക്കും, ഏത് ഗ്രന്ഥക്കെട്ടുകൾ ചുമന്ന കഴുതകളെ പോലെയാണ് എന്ന്. ഈ ഗ്രന്ഥത്തിനകത്തുള്ളത് എന്താണെന്ന് ആർക്കറിയില്ല? കഴുതക്കറിയില്ല. എന്നതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എന്താകുന്നില്ല, സ്വാധീനം ചെലുത്തുന്നില്ല. നമ്മൾ സ്വാംശീകരണ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പിന്നെ സമ്മത ദശയിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവനെ കുറിച്ചുള്ള ഈമാൻ അത് എങ്ങനെയായിരിക്കണം എന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് വിധത്തിൽ ഈമാനിന്റെ ധാരാളം ശാഖകളുണ്ട്, അല്ലെ? 72 ശാഖകൾ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 വിഭാഗം, അതിൽ ഒന്ന് ഏതാണെന്നറിയോ? തസ്ദീഖും ബിൽ ഖൽബ്. തസ്ദീഖും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം ഈമാനെ. അതെങ്ങനെയായിരിക്കും? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരദേശത്ത് നിന്ന് ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വരിക. അപ്പൊ വഴിയിൽ കാത്തിരിക്കുന്നുണ്ട് ശത്രുക്കൾ. ആരെ? അബൂബക്കറിനെ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ആര്? ശത്രുക്കൾ. എന്തിന്? അബൂബക്കർ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ മഹാനവർകളോട് പറയുകയാണ്, അബൂബക്കർ, നിന്റെ ആ കൂട്ടുകാരനില്ലേ മുഹമ്മദ്, ആകാശാരോഹണം നടത്തിയെന്ന്, ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന്. അബൂബക്കറെ, എന്തിനാണ് വെറുതെ ആളുകളെ പൊട്ടീസാക്കുന്നത്? എന്തിനാ? നീ ഒന്ന് പിന്തിരിഞ്ഞിങ്ങ് പോര്. ഇസ്ലാമിനെ പൊളിക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്ന് കരുതി കാത്തിരിക്കുകയാണ്. ആര്? ശത്രുക്കള്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്ന്. അപ്പൊ മറ്റൊരു വിചാരിച്ചേറ്റു. അപ്പോ മഹാൻ ആയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ? അതെ, അത് പറയാതപ്പോ ഞങ്ങൾ വരുവോ? എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ലാ റൈബ ഫീഹി ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിൽ പറഞ്ഞില്ലേ ലാ റൈബ ഫീഹി. ഒരു സംശയത്തിനും, ഒരണ്ണുവിട സംശയത്തിനും യാതൊരു അവസരവും കൊടുക്കാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, വിശ്വസിക്കാൻ കഴിഞ്ഞു, സമ്മതിക്കാൻ കഴിഞ്ഞു, സാംശീകരിക്കാൻ കഴിഞ്ഞു. സിദ്ദീഖ് എന്ന പേര് വന്നത്, അബൂബക്കർ എന്ന ആൾക്ക് സിദ്ദീഖ് എന്ന പേര് വന്നത് എങ്ങനെയാ? അള്ളാന്റെ റസൂല് ഈ ഒരു കാരണം കൊണ്ടില്ലേ, അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ടിട്ട പേരല്ലേ. അപ്പോ പ്രിയപ്പെട്ടവരെ, തസ്ദീഖും ബിൽ ഖൽബ്, ഈമാൻ എന്നത് എന്തായിരിക്കണം? നമ്മുടെ മനസ്സ് കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം. ഇന്നിപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ? ഒരു സത്യം തുറന്നു പറയാൻ, ഒരു തൗഹീദ് തുറന്നു പറയാൻ
ലാ ഇലാഹ ഇല്ലെന്ന് തുറന്നു പറയാൻ, അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ സഹായം ചോദിക്കാവൂ, അഭ്യർത്ഥിക്കാവൂ എന്ന് പറയാൻ, മഖാമുകളിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പറയാൻ നമുക്കിന്ന് പേടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അള്ള ഒരു ഞെരുക്കം എങ്ങനെ അവനുള്ള ഒരു വഴി അള്ള തുറന്നു കൊടുക്കുന്ന. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പം നമ്മൾ ടെൻഷൻ ആവൂലേ? അല്ലേ? നമുക്ക് ഈ BP കൂടുന്നത് അല്ലേ? നമുക്ക് ഈ BP കൂടുന്നതും ഈ ആയത്തും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ആലോചിച്ച് നോക്കി. അപ്പൊ ഈമാൻ എന്നത് എന്താണ്? ഈമാൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാംശീകരിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്, അല്ലേ? അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെയായത് കൊണ്ട്, ആ ഈമാൻ സാംശീകരിച്ചത് കൊണ്ട് മഹതിയായ ഒരു വനിതയെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്? ഉഹദ് യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ അപ്പോ തസ്ദീഖും ബിൽ ഖൽബ് അല്ലെ, ആ തസ്ദീഖും ബിൽ ഖൽബിന്റെ ഒരു സ്ഫുരണമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എന്ന വനിത. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ആളുകൾ മുഴുവനും ആ യുദ്ധക്കളം വിട്ട് ഓടിപ്പോവുകയും പ്രവാചകന് നേരെ അമ്പുകൾ എയ്യുന്ന, ശത്രുക്കൾ അമ്പുകൾ എയ്യുന്ന ഒരു സന്ദർഭം വന്നപ്പോ നമ്മളെ ആളുകളൊക്കെ നമ്മളെ വിട്ടുപോയല്ലോ എന്നും പറഞ്ഞ് വാളുമെടുത്ത് റസൂലുള്ളയുടെ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹതിയായ വനിത ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. എല്ലാരും എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ അവിടെ ഉമ്മു അമ്മാറയെയായിരുന്നു കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചഴക്കുന്ന സമയത്ത് പോലും അഹദ് 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 എന്ന് മാത്രം ഉച്ചരിച്ചത് തസ്ദീഖും ബിൽ ഖൽബ് എന്ന അവസ്ഥയിലേക്ക് പരിവർത്തിതമായത് കൊണ്ടായിരുന്നു. ഇനി അടുത്തത് വനുതുഖും ബിൽ ലിസാൻ, നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക എന്ന ഒരു അവസ്ഥ, അതില്ലാത്തവന്റെ ഈമാൻ പൂർത്തിയാവൂല എന്നാണ്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറഹു ബിയദിഹി. അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണമെന്നാ? നിങ്ങളുടെ കൈകൊണ്ട് അതിനെ തടുക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു കൂട്ടര് വിചാരിച്ച് എന്ത് ചെയ്യണോ? ശരിയാക്കണമെന്നില്ലേ? അങ്ങനെ ഒരാളെ കൈവെട്ടി, അല്ലേ? അതാണോ ഈമാൻ? അല്ല. പിന്നെ വേറൊരു കൂട്ടരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞങ്ങളൊക്കെ അന്ന് മനസ്സിലാക്കിയത് എന്താണ്? കൈകൊണ്ട് തടയണം എന്ന് പറഞ്ഞാല് സ്റ്റേജ് പോയിട്ട് പൊളിക്കണമെന്നായിരുന്നു. സലഫികൾ പ്രസംഗം നടത്തുന്ന സ്റ്റേജ് പൊളിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഈ സംഭവമാണ്. ഇത് അങ്ങനെയല്ല. പിന്നെ എന്റെ കൈകൊണ്ട് അതെന്ത് ചെയ്യണോ? തടയണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതെന്ത് ചെയ്യണം എന്നറിയോ? അതിനെ ആ സ്നേഹ സ്വരൂപ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ അതിൽ നിന്ന് ആ ഒരു സംഗതിയെ നമ്മൾ തടയേണ്ടത് ആ രീതിയിലാണ്. നമ്മുടെ മക്കള് തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോയിട്ട് എന്തല്ല ചെയ്യേണ്ടത്? ആദ്യം അടിക്കല്ല വേണ്ടത്. അപ്പൊ ഏതായാലും സമയപരിമിതി കൊണ്ട് ആ വിഷയം, പിന്നെ അതിന്റെ അടുത്ത് എന്താ പറഞ്ഞാല്, അല്ലേ, നമ്മുടെ നാവ് കൊണ്ട് തടയണം. അതിന് ഒന്നുമില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും തടയണം എന്നാണ്. എന്നുവെച്ചാൽ വെറുക്കണം എന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കൾ ഇന്ന് പോകുന്ന ആ അവസ്ഥയോട് നമ്മൾ അവരോട് സമരസപ്പെട്ടു പോവുകയാണോ, അല്ല നമ്മൾ അവരോട് വിയോജിപ്പിലാണോ? ഏറെക്കുറെ ഇന്നത്തെ ഒരു സാഹചര്യവുമായി നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് മാറി, അല്ലേ? ആണും തമ്മിൽ രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നത് ഒരു വൻ അജണ്ടയാണ്. അത് അവർക്ക് ഒരു മാസിക തന്നെ ഉണ്ട്. ഈ ഗൈസ് ഗേകൾക്കുള്ള ഒരു മാസിക ഉണ്ട്. ആ മാസികയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് ഞങ്ങൾ പിടികൂടുന്നില്ലേ? ഇന്ന് പാഠ്യ പദ്ധതിയിൽ വരെ ഉൾപ്പെട്ടില്ലേ?
പരീക്ഷയിൽ ഒരു കുട്ടിക്ക് വിജയിക്കണമെങ്കിൽ ഇതിന് പരീക്ഷ എഴുതണ്ടേ, ഉത്തരം പറയണ്ടേ? അത് ഉത്തരം പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വേണം? അത് പഠിക്കണ്ടേ? ആ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മളും അതിനനുസരിച്ച് ആ ഒഴുക്കിനനുസരിച്ച് മാറുമ്പോ ലിസാൻ, പറയേണ്ടത് പറയേണ്ട സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒരാളുടെ ഒരു തെറ്റ് കണ്ടാൽ എങ്ങനെ തിരുത്തണം? പ്രായമുള്ള ഒരു സ്വഹാബി മസ്ജിദിൽ വെച്ച് വുമോയ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വുമോയിൽ എന്തോ തകരാറ് കണ്ടി രണ്ട് ചെറുപ്പക്കാര്. ഇവര് പരസ്പരം പറഞ്ഞ് നമുക്ക് ഇപ്പൊ അദ്ദേഹത്തോട് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, വിളിച്ചിട്ട് നിങ്ങൾ ഒന്നും ശരിയല്ല അല്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അതിൽ ഒരാള് വുമോയ് തെറ്റായി ചെയ്തു, മറ്റേ ആള് ഇദ്ദേഹം കേൾക്കെ പറഞ്ഞു, മോനെ നീ അങ്ങനെ അല്ല വുമോയ് ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം പിന്നെ ആ പയ്യൻ എന്ത് ചെയ്തു? വീണ്ടും നന്നാക്കി ചെയ്തു. അവരങ്ങ് പോയി. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? ആ വുളു നന്നാക്കി ചെയ്തു. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയണം. ഒരാള് ശിർക്ക് ചെയ്യുന്നത് കണ്ടാൽ അവനെ പോയി കുത്തിരി പിടിക്കൊന്നും വേണ്ട. പിന്നെ അതെന്തെല്ലാം രീതി പറയാം, എന്തെല്ലാം രീതിയിൽ പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറയും. ഞാൻ ബൈക്ക് വാങ്ങി പഠിക്കുന്ന സമയത്ത് അപ്പോ എന്റെ ബാക്കിൽ എന്റെ ഏട്ടനാണ് ഇരിക്കുന്നത്, പാപ്പന്റെ ജ്യേഷ്ഠന്റെ മോൻ. ഇവൻ ഭയങ്കര ഫലിതത്തിന്റെ ആളാ. അങ്ങനെ ഇവൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയാണ്, മുജീബെ വണ്ടി, മുജീബെ വണ്ടി, മുജീബെ വണ്ടി. ഞാനിങ്ങനെ പേടിക്കുകയാണ്. അവസാനം ഞാൻ അവനോട് പറഞ്ഞു, ഇനി മിണ്ടരുത്. അങ്ങനെ ഏതായാലും കുറച്ചങ്ങോട്ട് എത്തിയപ്പോ പിന്നെന്തായി അറിയാം, പിന്നെയും തുറന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോ. അപ്പൊ പറഞ്ഞു ഇനി ഞാൻ മിണ്ടൂല എന്നാണ്. അങ്ങനെ പോയി കുറെ അങ്ങോട്ട് എത്തി. കുന്നമംഗൽ അങ്ങാടിയിലെത്തിയപ്പോ ബസ്സൊക്കെ ഇങ്ങനെ വരിക. ഇവനിങ്ങനെ പേടിച്ചിട്ട് ഇവൻ പറയാ, അപ്പൊ ഒരു ബസ്സൊക്കെ കൊണ്ട് പങ്കൂട്ടാനില്ലേ, ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കൂടി നിന്നാലില്ലേ. അവൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു വിഷയത്തെ പേടിച്ച് വിറച്ചു നിന്നിട്ടും ഇവൻ എന്നോട് അവതരിപ്പിച്ച രീതിയാണ്. ഇങ്ങനെ നമുക്ക് തന്മയത്വത്തോടു കൂടി ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല എന്നാ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അടുത്തത് അതിന് വേറെ വിഷയമുള്ള നമ്മൾ ചെറിയൊരു സൂറത്തുണ്ട് അല്ലെ? ഏതാണ്? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണമെന്നത് ഖുർആന്റെ കൽപ്പനയാ അല്ലെ? ഏതാണ്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവർ ഒഴികെ. വഅമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. ഇക്കാര്യത്തിനൊക്കെ നമ്മൾ റെഡിയാണ്. തൊട്ടടുത്ത ആയത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇത് രണ്ടിന്റെ വിഷയത്തിലും നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു? കാരണം സത്യം പറയണം. വതവാസൗ ബിൽ ഹഖ്, സത്യം നമ്മൾ ജനങ്ങളോട് തുറന്നു പറയണം. പക്ഷെ അത് പറയേണ്ട രീതിയിലായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോ ഈമാൻ ബിൽ ലിസാൻ, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഈ ദീനിലേക്ക് പുതിയായിട്ട് വന്ന ഒരാളാ. അയാൾ എന്ത് ചെയ്തെന്നറിയോ? അയാൾ റസൂലുള്ളാഹിയോട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അനുമതി ചോദിച്ചു, നബിയെ ഞാനിങ്ങനെ വ്യഭിചരിക്കാറുണ്ട്, അപ്പൊ ഒരു പെണ്ണിനെ കാത്തിരിക്കുന്നുണ്ട്, ഞാനൊന്ന് പോട്ടെ, ഈ ഒറ്റ തവണ കൂടി. അള്ളാന്റെ റസൂൽ പറഞ്ഞ അവിടെ നിൽക്ക്, പോകല്ല. അപ്പൊ അള്ളാന്റെ റസൂലിനോട് പറയാ, അവള് കാത്തിക്കൂല, അവള് ആകെ ക്ഷുഭിതയാകും. ഒരു തവണ റസൂലുള്ള പറഞ്ഞു, ഒരു മിനിറ്റ്, നീ പോയി വന്നിട്ടല്ല, അതിന് മുമ്പ് ചോദിക്കേണ്ടതാണ്. എന്നിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മയില്ലേ? നിനക്ക് ഉണ്ട്. നിന്റെ ഉമ്മയെ ഒരാരെങ്കിലും അങ്ങനെ ചെയ്താലോ? അവനെ ഞാന് വെട്ടി ശരിയാക്കും, രണ്ട് തുണ്ടാക്കും. നിന്റെ പെങ്ങളെയാണെങ്കിലോ, നിന്റെ ഭാര്യയാണെങ്കിലോ? ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാന് അല്ലേ. എന്നാൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പെങ്ങളായിക്കൂലേ, ഉമ്മയായിരിക്കില്ലേ? അത് ചോദിച്ചപ്പോ മനുഷ്യൻ അവിടെ ഇരുന്നാ. പിന്നീട് ഇത് പറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന് ആ മനുഷ്യനെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നെ റസൂലുള്ളാന്റെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരാള് പള്ളിയിൽ വെച്ച് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നബിയെ, ഇതാരാണ്?
അതിന്റെ ഇണയാണ്. ആ, നല്ല രസമുണ്ടല്ലോ, എനിക്ക് 4 ഉണ്ട്, ഞാൻ അതിനെ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം, അതിനെനിക്ക് തരുവോ? അപ്പൊ അള്ളാന്റെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ, അറിയാലോ, പിടിച്ചു വാളിന്റെ തലപ്പത്ത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമർ വേണ്ട വേണ്ട. എന്നിട്ട് പറഞ്ഞു, നമുക്ക് അങ്ങനെ അള്ളാന്റെ ദീനിൽ നടപ്പാക്കാൻ പറ്റൂല കേട്ടോ. ആ മനുഷ്യനോട് എത്രയോ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നോക്കുങ്ങള്, ആ മനുഷ്യൻ ആ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയോ, പള്ളിയിൽ ഒരാള് മൂത്രമൊഴിച്ച്, നമ്മളൊക്കെ കേട്ട ചരിത്ര അല്ലേ, മണലാണ്, പുറത്തെ മണലും ഈ അകത്തുള്ള മണലും ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന്റെ പരിപാപന രീതി ഒന്നും അറിയില്ലല്ലോ. അയാൾ മൂത്രമൊഴിച്ചു, സഹാബത്തെല്ലാം കൂടി ഓടി വന്നു അടിക്കാനും പിടിക്കാനും. റസൂലുള്ള പറഞ്ഞു, അരുത്, തൊട്ടു പോകരുത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വെള്ളം എടുത്തു വരി, വെള്ളം ഒഴിക്കാൻ. അപ്പോ റസൂലുള്ള പറഞ്ഞ ആ മനുഷ്യനോട്, നിങ്ങൾ വേഗം പോയി കളഞ്ഞു. ഈ മനുഷ്യനെ അറിയില്ലായിരുന്നു. അങ്ങനെ ആ മനുഷ്യനെ റസൂലും എന്ത് ചെയ്തു, അവിടുന്ന് പറഞ്ഞയച്ചു. ഈ ആളുകൾ വെള്ളവുമായിട്ട് വന്നപ്പം റസൂലുള്ള അവിടെ നിന്ന് എന്ത് ചെയ്തു, വെള്ളം ഒഴിപ്പിച്ചു. കാര്യം മനസ്സിലാക്കി, ഇവർക്ക് ആ ശിക്ഷ കൊടുത്ത് ഈ ആളോട് ഇവര് ദേഷ്യപ്പെട്ടപ്പോ എന്ത് ചെയ്തു, അവിടെ വെള്ളം ഒഴിക്കാനുള്ള, വെള്ളം കൊണ്ടുവരാനുള്ള ശിക്ഷ കൊടുത്തു. നോക്കണേ, 3 ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ മടങ്ങി വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങോട്ട് നോക്കി, എന്തൊരു സുന്ദരമായ ഒരു പരിഹാരമാണത് അല്ലേ? അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ തന്നെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 2 എണ്ണം അപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ലേ നമുക്ക് സമാധാനം വരൂല അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. നോക്കണേ, ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് ആ ആവേശത്തിന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഞാൻ പോയി പറയട്ടെ, ഞാനിത് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് പറയട്ടെ നബിയെ. പാടില്ല എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല്, സമയമായിട്ടില്ല. എന്നിട്ടോ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ, തന്റെ നാട്ടിൽ പോയി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്നും ചെയ്യൂലെന്നാ വിചാരിച്ചത്. അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ, ഈ മഹാനായ ഈ സഹാബി തന്റെ കൂട്ടുകാരോട് തനിക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവര് മൊത്തം കൂടിയിട്ട് ഈ സ്വഹാബിയെ അമ്പെയ്ത് കൊന്നുകളഞ്ഞു. മകളങ്ങളെ, തനിക്ക് കിട്ടിയ ആ സംഗതി അവിടെ പോയി പറഞ്ഞു. അപ്പോ നമുക്ക് കിട്ടിയ തൗഹീദ് അത് നമ്മളിൽ മാത്രം ഒതുങ്ങാതെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നത് എന്താണ്? ഇസ്ലാമിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈമാൻ പൂർത്തിയാകണമെങ്കിൽ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്നേതാണ്? തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക. രണ്ടാമത്തെ ഏതാണ്? വനുതുഖും ബിൽ ലിസാൻ, അല്ലേ? നാവ് കൊണ്ട് എന്ത് ചെയ്യണം? അത് പറയേണ്ട സമയത്ത് പറയണം എന്നാണ്. ഇനി 3-ാമത്തെ ഘടകം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? അമലും ബിൽ ജവാരിഹ്. അത് പ്രവർത്തന പദത്തിലേക്ക് വരണം എന്നാ. പ്രവർത്തന പദത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്റെ പ്രവൃത്തിയിൽ അത് കാണണം എന്നാ. അങ്ങനെ കണ്ടതാണല്ലോ, നമുക്കറിയാലോ, മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രം. നിങ്ങൾക്കറിയോ എന്തായിരുന്നു? ആരായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു? വഹ്ശി പിറകിൽ നിന്ന് ഒളിച്ചിരുന്നു കൊണ്ട് ചാട്ടുളി എറിഞ്ഞിട്ട് കൊലപ്പെടുത്തിയില്ലേ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അവിടെ നിന്ന് കരളും കുടൽമാലയൊക്കെ ഹിന്ദ് പിളർന്നെടുത്ത് അതുകൊണ്ട് ഇങ്ങനെ ആനന്ദ നൃത്തമാടിയില്ലേ? വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ ഹസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ, അല്ലേ? ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ആ ഹംസ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് എത്രത്തോളം ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക്, അല്ലേ? റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കണ്ണുനീരിങ്ങനെ വരികയായിരുന്നു. എന്തിനു വേണ്ടി ഷഹീദായി?
വഅമലും ബിൽ ജവാരിഹ്. നമ്മക്കൊക്കെ വലിയ പ്രശ്നമാണ് ഇല്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലില്ലേ? എന്നാൽ സഅദ് റളിയല്ലാഹു അൻഹു വലിയൊരു കുടുംബ. ആ കുടുംബത്തിൽ നിന്ന് ഒരു സഅദ് മാത്രം ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രത്തിൽ ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത് ആ സഅദിന്റെ മാതാവാണ് ഒരു സമരമുറ, വ്യത്യസ്തമായ ഒരു സമരമുറ ആരംഭിച്ചത്. എന്തെന്നറിയോ? ഒരു ജലപാനവും കഴിക്കാതെ നിരാഹാരം കിടക്കാൻ തുടങ്ങി. ആഴ്ചകളോളം, ദിവസങ്ങളോളം. പ്രിയപ്പെട്ട സഅദ് വന്നു, ഉമ്മ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഉമ്മ, ഞാൻ നിങ്ങളെ ഒരുപാട് 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 ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ വെള്ളം കുടിക്കി. ദിവസങ്ങളോളം പറഞ്ഞു. പക്ഷേ ആ ഉമ്മ പറഞ്ഞ ഒരേ ഒരു വാക്ക്, മോനെ നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് വന്നാൽ ഞാൻ വെള്ളം കുടിക്കാം. അപ്പോ അവസാനം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഇതൊക്കെ കേൾക്കണോ? നിങ്ങൾക്ക് നിങ്ങളെ എനിക്ക് ഏറെ 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 ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ 1000 വട്ടം 1000 തവണ ജനിച്ച് വീണ്ടും വീണ്ടും വന്നിട്ട് നിരാഹാരം ഇരുന്നാലും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പകർന്നു കിട്ടിയ ഇസ്ലാമിന്റെ ഈ മതത്തിൽ നിന്ന് സഅദ് പുറകോട്ട് പോകൂലട്ടോ. ഉമ്മ വെള്ളം കുടിച്ചു. അങ്ങനെയാണ് അപ്പോ ഈമാന് തന്റെ ജീവിതത്തിന്റെ ആ ഒരു രീതിയിലേക്ക് തെളിഞ്ഞു കണ്ടതാണത്. അങ്ങനെ നോക്കിയാൽ കാണാം ഈമാൻ. ഇപ്പൊ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈമാനിന്റെ 3 ഘട്ടങ്ങളാണ്. ഒന്ന് തസ്ദീഖും ബിൽ ഖൽബ്, മറ്റൊന്ന് വനുതുഖും ബിൽ ലിസാൻ, മൂന്നാമത്തേത് വഅമലും ബിൽ ജവാരിഹ്. ഈ 3 കാര്യങ്ങൾ നമ്മളിൽ പൂർത്തിയാകുമ്പോ എന്തുണ്ടാകൂ? ഈമാൻ പൂർത്തിയാകും അല്ലെ? ഒരൊറ്റ ചരിത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ ചരിത്രം കൂടി. ഏതാണെന്നറിയോ? ആരായിരുന്നു അല്ലേ? ആരായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? വകാന മുആദും ബൈന ഐദീഹിം, അല്ലേ? മഹ്ശറയിൽ ഇൽമു കൊണ്ട് നല്ല പ്രാസംഗികനായിരുന്നു, നല്ല പ്രസംഗകനായിരുന്നു, നല്ല ഇൽമുള്ള ആളായിരുന്നു, പണ്ഡിതനായിരുന്നു. ആ മുആദ് മഹ്ശറയിൽ ഏറ്റവും മുന്നിൽ, പണ്ഡിതന്മാരിലെ ഏറ്റവും മുന്നിൽ മുആദാണ് ഉണ്ടായിരിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞ ആ മുആദ്, അല്ലേ? ആ മുആദ് നിങ്ങൾക്കറിയാലോ. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് ഡമാസ്കസ് ഒരാള് പ്രസംഗം കഴിഞ്ഞപ്പോൾ വന്ന് അദ്ദേഹത്തെ കാണാൻ, ഞാൻ നിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്? 3 തവണ ചോദിച്ചു. നോക്കണേ, 3 തവണ. ഏത് ഇഷ്ടപ്പെടുന്നതും എന്തെന്നാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്ന ഒരു ധീരമായ നിലപാടിലേക്ക് എത്തുന്നത് ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, അറിവല്ല ഈമാൻ, എന്നാൽ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അറിവ് അനിവാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജീവിതത്തിൽ വഴിവിട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗം ഹറാമാണ്. അതുകൊണ്ട് ഈമാൻ അത് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ച, സലഫ് സാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ മുന്നേറാനുള്ള ആ ഒരു രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുക, പരിവർത്തന വിധേയരാകുക, നമ്മൾ മാറുക. നമ്മൾ മാറിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? നമുക്ക് മാറ്റങ്ങൾ ലഭിക്കുകയുള്ളൂ. നമുക്ക് മാറണമെങ്കിൽ നാം മാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മെ മാറ്റാൻ തയ്യാറാവൂ. ഏത് വിഷയത്തിനും നമ്മളൊരു മരത്തിലേക്ക് കയറണമെങ്കിൽ തളപ്പ ഇട്ടിട്ട് കയറാൻ നമ്മൾ തുടങ്ങണോ? വേണ്ടേ? ആ കയറാൻ തുടങ്ങുമ്പോ എന്നിട്ട് അള്ളാഹിനോട് തൗഫീഖിനെ ചോദിക്കണം എന്നാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാൻ, നമ്മുടെ ഈമാനിനെ എന്നെന്നും നിലനിർത്താൻ, എന്നെന്നും അതിനെ അണച്ചുകൊണ്ടിരിക്കുക, മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് എന്നും ചിന്തിക്കുക, വേവലാതിപ്പെടുക, അതിനെ പരിശോധിക്കുക. എന്റെ ഈമാനിന് എവിടെയെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും വീണ്ടും
വീണ്ടും വീണ്ടും പരിവർത്തിപ്പിച്ച് എടുക്കുക. അങ്ങനെ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുക. വിശുദ്ധമായ ജീവിത രീതികളിലേക്ക് നമ്മൾ പരിവർത്തിതരാകുക. ഈ സമൂഹം കെട്ടകാലമാണെന്ന ആ ഒരു ചിന്തയോടുകൂടി നമ്മളും ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരാകാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നാം ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഓരോ കാലത്തിനും അനുസരിച്ച രീതിയിലുള്ള കേടുപാടുകളും എന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നമ്മൾ എങ്ങനെയാണ് എന്നറിയാനാണ്. അതുകൊണ്ട് ആ ഒരു രീതി മനസ്സിലാക്കുക, ഈമാനിനെ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ശക്തമായ ഈമാൻ നിലനിർത്തി തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ് നമ്മെ പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പുറത്തു കൊടുക്കട്ടെ, അവരുടെ ദോഷങ്ങളെ പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മെയും എല്ലാം അല്ലാഹുവേ നീ നാളെ നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിത രീതികളിൽ വന്നു പോകുന്ന തെറ്റുകളെ നീ പുറത്തു തരണേ റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങളുടെ ഈമാനിനെ ഉറപ്പിച്ചു നിർത്തി തരികയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.